തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല റൂബി ജൂബിലിയുടെ ഭാഗമായി നടക്കുന്ന സിബാക് ദേശീയ കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 40ാം വാർഷിക റൂബി ജൂബിലി സമ്മേളനം ജനുവരി 1 മുതൽ 12 വരെ തീയതികളിലാണ് നടക്കുന്നത്. 1-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മമ്പുറം മഖാം സിയാറത്തിന് ശേഷം ചെമ്മാട് ദാറുൽ ഹുദ ക്യാമ്പസിലേക്ക് സിബാക് വിളംബര റാലി നടക്കും. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ അണിനിരക്കും. തുടർന്ന് ദാറുൽ ഹുദ ക്യാമ്പസിൽ സമസ്തയുടെയും സ്ഥാപനങ്ങൾക്ക് പ്രത്യേകം അനുവദിച്ച പതാകകളും ഉയർത്തും. അസ്ർ നമസ്കാരാനന്തരം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെയും ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെയും ഖബർ സിയാറത്ത് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാത്രി 7 മണിക്ക് സിബാക് ദേശീയ കലോത്സവ ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കും. തുടർന്ന് 5 ദിവസങ്ങളായി 20ഓളം വേദികളിലായി ദാറുൽ ഹുദയിൽ കലോത്സവ നാളുകളാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭാരതീയ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ തന്നെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ നാടാണ്. ആദ്യത്തെ 10 വർഷം ഒഴിവാക്കിയാൽ 10 വർഷത്തിന് ശേഷം ദാറുൽ ഹുദയുടെ പ്രൊഡക്ഷൻസ് പുറത്തിറങ്ങാൻ തുടങ്ങിയതോടുകൂടി ദാറുൽ ഹുദയുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, നാഗരിക, നവോത്ഥാന, മാനവിക സംരംഭങ്ങളിലൊക്കെ വലിയ വലിയ പുരോഗതി ഉണ്ടായി. അപ്പം അതാണ് 40ാം വാർഷികത്തെ നിർണായകമാക്കുന്നത്. ജനുവരി 1 മുതൽ 12 വരെയുള്ള തീയതികളിലാണ് മൊത്തത്തിൽ 40ാം വാർഷിക പരിപാടി. അതിൽ 1 മുതൽ 6 വരെയുള്ള തീയതികളിൽ നമ്മുടെ ദാറുൽ സഹസ്ഥാപനങ്ങൾ, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പിന്നെ ഓഫ് ക്യാമ്പസുകൾ, അത് കേരളത്തിൻ്റെ പുറത്തുള്ള 5 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ്. അവിടങ്ങളിലുള്ള വിദ്യാർത്ഥികൾ വിവിധ ബഹുമുഖമായ അവരുടെ നൈസർഗിക ശേഷികൾ വികസിപ്പിച്ചെടുക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും സഹായകമായ പ്രൈമറി, സെക്കൻഡറി പരിപാടികളിൽ പങ്കെടുത്ത് മികവ് തെളിയിച്ച ഫൈനൽ റൗണ്ടുകാരുടേതാണ് 1 മുതൽ 6 വരെ നടക്കുന്ന പരിപാടി. അതിൽ ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ആസാം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കേരളത്തിനകത്തുള്ള ദാറുൽ ഹുദയുടെ 35ഓളം UG സ്ഥാപനങ്ങളിലും തിരുവനന്തപുരത്തെ ഓഫ് ക്യാമ്പസിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ റിലീസിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് 7, 8, 9 തീയതികളിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസാണ്. അതിലൊരു 5-8 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരു 16, 17, 18 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുള്ളത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ സഹകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് രേഖകളും വിസകൾ മറ്റ് കാര്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിക്കുന്നത്. നമ്മൾ സ്വകാര്യ സ്ഥാപനമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത്തരം നിയമ നടപടികൾ നിഷ്പ്രയാസം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറബിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചു കൊണ്ടാണ് നടത്തുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കൈറോയിലെ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് എന്ന മുസ്ലിം യൂണിവേഴ്സിറ്റികളുടെ ഒരു പാർലമെന്റ് കോൺഫെഡറേഷൻ ഉണ്ട്. അതിൽ ദാറുൽ ഹുദ ഏകദേശം 10-15 കൊല്ലമായി മെമ്പറാണ്. അവരാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. അതായത് വിദേശ യൂണിവേഴ്സിറ്റികളിലുള്ള പ്രൊഫസർമാർക്ക് ക്ഷണം കൊടുക്കാനും അവരെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള പ്രേരണകളും പ്രോത്സാഹനങ്ങളും കൊടുക്കാനും ഒക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ആണ് നടത്തിയത്. അവരത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നത് സഹായകമായ ഒരു ഘടകമാണ്. അപ്പോൾ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് കൈറോ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെമ്മാട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഴിക്കോട്, ഈ 3 വിശ്വവിദ്യാലയങ്ങളുടെ ഒരു സംഗമം കൂടിയാണ് ഇതിനെ സമന്വയിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അതായത് നിശ്ചിത വിഷയങ്ങൾ, സമാന്തര സെമിനാറുകൾ, പരിപാടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് നടക്കുക. കൂട്ടത്തിൽ ദാറുൽ ഹുദയെ കാണാൻ വേണ്ടി ഇവരും സന്ദർശിക്കും പോകുന്നുള്ള പരിപാടി ഉണ്ടായി. അപ്പം അങ്ങനെ ദാറുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ, ദാറുൽ ഹുദയുടെ
ഒരു സാഹചര്യം കൂടിയിട്ടാണ് നമ്മളതിനെ ആവിഷ്കരിച്ചിട്ടുള്ളത്. വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് സർക്കാർ സംരംഭമായിട്ടാണ് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, ദാറുൽ ഹുദ ജനറൽ സെക്രട്ടറി യു ഷാഫി ഹാജി, CH ത്വയ്ബ് ഫൈസി, സയ്യിദ് ഷാഹുൽ ഹമീദ് ഹുദവി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.